ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടുള്ള എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 2020 ഇറങ്ങിയിട്ടുള്ള അതിഗംഭീരമായൊരു മൂവി എന്ന് പറഞ്ഞ പോരാ ഒരു രക്ഷത്തെ മൂവിയാണോ ഗൈസ്. ഇതിൻ്റെ ദൈർഘ്യം 1 മണിക്കൂർ 37 മിനിറ്റ് ആണുള്ളത്. ഇതിൻ്റെ IMDb 7.2 റേറ്റിങ്ങോടുകൂടിയുള്ളതാണ്. ഈ സിനിമ നിങ്ങൾ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അല്ലാതെയും നിങ്ങൾക്ക് ഈ പാർട്ട് 2 മാത്രം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾക്കത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് ആസ്വദിക്കാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു വ്യാപ്തി ഉണ്ടല്ലോ, അത് ശരിക്കും ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ നായകനുമായിട്ട് നമ്മുടെ ജോൺ ക്രാസിൻസ്കി എന്ന് പറഞ്ഞ ഒരാൾ. ആദ്യ പാർട്ടിൽ ഇദ്ദേഹമാണ് മുഴുനീളം നമ്മുടെ നായകനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 5-10 മിനിറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ പ്രതിനായകനായിട്ട് വരുന്ന നമ്മുടെ സിലിയൻ മോർഫിയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷകത പെർഫോമൻസ് സെക്കൻഡ് പാർട്ടിൽ. കാരണം സെക്കൻഡ് പാർട്ടിൽ തന്നെ ഒരു ഗംഭീരമായൊരു ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് എങ്ങനെ ആ ഫസ്റ്റ് പാർട്ടിൽ കണക്ട് ചെയ്യുന്നു, അതിനുശേഷം എങ്ങനെ ഈ ഒരു പ്രേതം അല്ലെങ്കിൽ ആ ഒരു ജീവി എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ ഈ സെക്കൻഡ് പാർട്ടിൽ വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് പാർട്ടിൽ അവർക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്ത ശേഷമാണ് ഇവർ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കണ്ടെത്തുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അവർ ആ ഒരു കണ്ടുപിടിച്ചതിനെ എങ്ങനെ കുറച്ചുകൂടി ക്യാൻവാസിലേക്ക് മാറ്റി പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു രക്ഷണത്തിൽ ഇതിൽ. കാരണം അത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഡയറക്ടർ ഈ ഓരോ സീൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും മികച്ച അഭിനയം തന്നെയാണ് നമ്മുടെ നായികയായിട്ടുള്ള എമിലി ബ്ലണ്ട് ചെയ്തിരിക്കുന്നത്. എന്ത് നല്ല ആക്ടിങ്. അതോടൊപ്പം തന്നെ ഇതിൽ ചെവി കേൾക്കാത്ത ഒരു കുഞ്ഞായിട്ട് അഭിനയിച്ചുള്ള കുട്ടി, അതുപോലെ തന്നെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടി, ചെവി കേൾക്കാത്തതിൻ്റെ മിലിസെൻറ്റ് സിമൺസോ, പിന്നെ ഈ കുഞ്ഞായിട്ട് അഭിനയിച്ചിട്ടുള്ള നോയ് ജൂബ്, ഇങ്ങനെ പറയുന്ന കുറേ ആക്ടേഴ്സ് ഒരു രക്ഷത. കാരണം ഇവൻ്റെ ഫാമിലിയിലെ ഓരോ സ്റ്റെപ്സും വയ്ക്കുന്ന രീതിയും അവരത് എടുക്കുന്ന പ്രിക്കോഷൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് ഇതിൽ നമ്മൾ ആ സിനിമയിൽ ഇൻവോൾവ്മെൻറ്റിലാവുന്നത്. ശരിക്കും നമ്മളത് അഡാപ്റ്റ് ചെയ്ത് പോവുകയാണ് ആ സിനിമയായിട്ട്. അത്ര മനോഹരമായിട്ട് ആ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു കണക്ടിവിറ്റി അവർ മെയ്ഡ് ചെയ്തു. അതിനത് നല്ല രീതിയിൽ അത് ഹൈയിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യാനും ഇതിന് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആക്ടറും ഡയറക്ടറുമായിട്ടുള്ള ഈ വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ടിൻ്റെ കൊടുക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ എഴുതിയിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കും. അതിമനോഹരം പറഞ്ഞ പോലെ നിങ്ങൾ പ്രേതപ്പടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ഒരു പ്രേതപ്പടത്തിൻ്റെ ഏറ്റവും വെറൈറ്റീസ് വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമ എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ. എന്തായാലും പാർട്ട് 2 അതിഗംഭീരമായൊരു സംഭവമാണ്. കാരണം ഇവർ അടുത്ത സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ ഈ ഹൊറർ അല്ലെങ്കിൽ ഈ ഒരു പ്രേതം അല്ലെങ്കിൽ ആ ജന്തു വരുന്നതും അവർ റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ആ ഒരു ക്ലൈമാക്സോടുകൂടി എൻഡ് ചെയ്യുന്ന രീതിയുണ്ട്. എൻ്റെ മോനെ ഒരു റിയാക്ഷനുള്ള സാധനമാണ്. നിങ്ങളെന്തായാലും ഈ സിനിമ എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഈ സിനിമ നിങ്ങൾ കാണാനായിട്ടുള്ള ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, C5 അവൈലബിൾ ആണ്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, പിന്നെ ഗൂഗിൾ TV അവൈലബിൾ ആണ്, പിന്നെ ആപ്പിൾ TV അവൈലബിൾ ആണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഈ സിനിമ അതിമനോഹരമായ സിനിമ കാണാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ട് എൻജോയ് ചെയ്യൂ. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ, അതും ഹൊററിൽ സയൻസ് ഫിക്ഷനോട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കൂ. അതിഗംഭീരം പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ആ ഒരുക്കുന്ന പ്ലോട്ട് ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഒരുപാട് എൻഗേജ് ആകും. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എൻഗേജ്മെൻറ്റ് കൂടുതലല്ലാതെ അതിനൊരു കുറവുണ്ടാവില്ല. വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയില്ല എന്ന രീതിയിലേക്ക് ഓരോ മൂമെൻറ്റ്സും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഈ സിനിമ കണ്ടു നോക്കൂ. അത് മനോഹരമായ സിനിമകളിലൊന്നാണ്. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആൻഡ് വെരി ഗുഡ് എന്താ പറയുക ഒരു എൻഗേജ് ചെയ്യുന്നൊരു ഹൊറർ മൂവി എന്ന് പറയുന്നത് ചിലപ്പോൾ ആഫ്റ്റർ കഞ്ചൂറിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കൂ, നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഓക്കെ ഗൈസ്, അടുത്തൊരു മൂവിയുടെ റിവ്യൂ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.